എന്റെ പൊന്നുമോളിരിക്കെ ഒന്ന് കാണട്ടെ. ഞാൻ അറിഞ്ഞില്ലല്ലോ പൊന്നെ, ആരും പറഞ്ഞുമില്ല. എങ്ങാണ്ടൊന്നും വലിഞ്ഞേറി വന്നതെന്നല്ലേ ഈ പന്നം കരുതിയത്. എന്റെ അമ്മ. നാട്ടുകാർ പറയും കണ്ണീ ചോരയില്ലാത്ത കാട്ടാളൻ ഷൺമുഖൻ അവളെ ചതിച്ചൊന്നും ചവിട്ടി പുറത്താക്കി നോക്ക്. സത്യം അതല്ല കുഞ്ഞെ. അവള് പിണങ്ങി, അത് നേരം. ഷൺമുഖൻ എന്ന തന്തയില്ല കഴിവറിയെ ഈ ചെകുത്താനെ മനുഷ്യനാക്കാൻ നോക്കിയോളൂ. പറഞ്ഞാൽ അനുസരിച്ച് ശീലമില്ലാത്ത ഈ തെണ്ടിപ്പട്ടിയോട് തോറ്റിട്ടാ അവളെ ഈ നാട് വിട്ടു പോയത്. ഒരു നാളിഞ്ഞ് തിരിച്ചു വരുമെന്ന് കരുതി, വന്നില്ല. പിന്നെ പതിയെ ഞാനും അങ്ങ് മറന്നുപോടാ. പിന്നെ തന്നെ വല്ല അറിഞ്ഞൂടായിരുന്നു. അറിഞ്ഞിരുന്ന് വിടുകയല്ലായിരുന്നടാ. ഒന്നും ചോദിക്കാനോ കാല് പിടിച്ചൊന്ന് കരയാനോ ഇനി അവളെ കാണുകയല്ലോ. പൊക്കളഞ്ഞില്ലേ? സാരമില്ല ചന്ന് നിന്റെ വായിന്നൊരു വാക്ക് മിണ്ടി കേട്ടിരുന്നേലും ഈ മുടിഞ്ഞ നീറ്റലൊന്ന് കുറഞ്ഞേനെ. പഠിച്ചം വരാൻ അതിന് നിന്നെ ഇങ്ങനെയാണല്ലോ എൻ്റെ അടുത്തേക്ക് വിട്ടത്. ശിക്ഷയാ കണ്ണീരിലും ചോരയിലും ചവിട്ടി നടന്നതിന്റെ ശിക്ഷ. ഇനിയുള്ള കാലം ഈ അച്ഛനുണ്ടടാ ചക്കരെ, പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. രാജകുമാരിയായിട്ട് നിന്റെ അമ്മയുടെ പ്രാർത്ഥന പോലെ ഇനി ഷൺമുഖം മനുഷ്യനായിട്ട് ജീവിക്കും. അച്ഛന് ഉമ്മ തരട്ടെ. ഇനി അച്ഛനൊരുമ്മ താ. ദേ ഇവിടെ. വാ വാ ചക്കരെ. இன்னைக்கு 5வது நாள். அவரை பத்தி ஒரு தகவலும் கிடைக்கல. ஒரு தடவை நேர்ல பார்த்த கூட போதும். பாவம், நெஞ்சு வலிக்கார மனுஷன். மாத்திரை மருந்து சாப்பிட கூட முடியாம சார் நினைச்சா போதும் ஏதாவது செய்யலாம். Yes, Commissioner here. What? What do you mean? Oh God. ഞാൻ അങ്ങോട്ട് വരാം. I'm coming. ഷൺമുഖൻ. സാറ് തിരക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. അശോക് സാറിന്റെ കൊലയാളി എന്ന് പറഞ്ഞ് കസ്റ്റഡി കിടക്കുന്ന ആ തമിഴനുണ്ടല്ലോ, അവൻ നിരപരാധിയാണ് സാർ. ഫോഴ്സിലുള്ള ചില ആളുകൾ ചേർന്നുള്ളൊരു കളിയാണ് സാർ. അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം. അവനെ ജാമ്യത്തിൽ ഇറക്കണം. റിമാൻഡ് നീട്ടണമെന്ന് നമ്മളായിട്ട് കോടതി ഫോഴ്സ് ചെയ്യായിരുന്നാൽ മതി. ജാമ്യം ഈസിയാ. അവന്റെ കെട്ടിയോളൊരുത്തി വന്ന് വീട്ടിൽ ദിവസേന പ്രശ്നമാണ്. പണ്ടാരം. ഷൺമുഖൻ. തീർന്നല്ലോ നിന്റെയൊക്കെ കഴപ്പ്. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ട്രെയിനിങ് കോളേജിൽ കവാത്ത് പഠിപ്പിക്കുന്ന സാറന്മാര് പറഞ്ഞു തരുന്നുണ്ടല്ലോ, കാലക്കേട് കൊണ്ടും കയ്യിലിരിപ്പുകൊണ്ടും മുന്നിൽ വന്ന് പെടുന്ന പാവങ്ങളുടെ നെഞ്ചും കൂടി ചവിട്ടി ചളുക്കി ക്ഷയം പിടിപ്പിച്ച് വിടാവുന്നു. ആന്റി ഗുണ്ടാസെല്ല് ചീലേത്രി വെച്ചോണ്ടാ മതി. ഗുണ്ടകളെ കണ്ടിട്ടുണ്ടോ നീയൊക്കെ? കൈക്കും കാലിനും തലയ്ക്കും ശരീരത്തിന്റെ പുഷ്ടി അനുസരിച്ച് വില പറഞ്ഞ് ആവശ്യക്കാരന് വെട്ടിക്കൊടുക്കുന്ന നല്ല പണിക്കാരുണ്ട് ഈ പട്ടണത്തില്. തൊട്ടില്ല നീയൊന്നും. മുന്നിൽ പോയി നിൽക്കില്ല, പിട്ടുക്ക് വിറയ്ക്കും. സ്കെച്ച് ചെയ്ത് കാർത്തിക്ക് വരഞ്ഞോളാം പിള്ളേര്.
നാടും വീടും വിട്ട് പണിയെടുത്ത് തിന്നാൻ വന്നതാ ഇവൻ. കാലുമേ കാലം കയറ്റി വെച്ച് ചളുവഴച്ച് ജീവിതം തീർക്കുന്ന മലയാളിക്ക് അലക്കി തേച്ച മുണ്ടും കുപ്പായ ഇടണമെങ്കിൽ ഇവനെ പോലുള്ള പാണ്ടികൾ വേണമല്ലോ. ഇവനെ ചവിട്ടി കൊന്നിട്ട് ഇപ്പൊ എന്ത് കോപ്പിലെ കേസാണ് ഞാൻ കൂടെ തെളിയിച്ചത്. ഒരുത്തി നടക്കുന്നുണ്ട് കരഞ്ഞ് കാലും വെന്ത്. ഇവന്റെ പെണ്ണ് ഏത് നായിന്റെ മോനാണ് അവളെപ്പോഴും സമാധാനിപ്പിക്കാൻ പോന്നെ? ഷൺമുഖൻ, ഇനി നമ്മൾ എന്താ ചെയ്യുക? സാറ് പേടിക്കൊന്നും വേണ്ട. ആരുടെയും തൊപ്പിയും നക്ഷത്രവും വടിയൊന്നും പോകാൻ പോണില്ല. അവനൊരു പാവ ഇസ്ത്രീകാരൻ പയ്യൻ. നാളെ ജയിലെടുത്ത് ഉമ്മൻചാണ്ടിയെ വിളിക്കാനൊന്നും പോണില്ല. ഇങ്ങനെ ഒരു പ്രജ ചത്തതിന്റെ പേരിൽ എടുത്തുകൊണ്ട് പോയി അണ്ടർവെയറിന്റെ പള്ളിയിലോ മറ്റേ കെട്ടി തൂക്ക് വല്ല കമ്പിയിലും. അവന് മോഷണമായിരുന്നല്ലേ തൊഴില്? ചിലപ്പോഴല്ല പോലീസ് നിന്നെ പൊക്കാൻ വരും. കട്ട തൊണ്ടി മുതൽ പോയ വഴിയേറിയാണെന്നും പറഞ്ഞു. നീ പക്ഷെ സബ് ജയിലിലെ പുഴുത്ത ചോറ് നിന്ന് കിടക്കേണ്ടവളല്ല. ഒന്ന് സ്വരുമയായിട്ട് നിന്ന് തന്നാ മതി, ചവിട്ടും കുത്തുമില്ലാതെ. ഞാനുണ്ടടി, ഞാൻ നിന്നെ നോക്കിക്കോളാം. നീ വല്ലതും കഴിച്ചോ? എന്തെങ്കിലും മേടിപ്പിക്കാം. വേണ്ടയ്യ, കൊച്ചു സുമ്മാ വിട്ടിടുങ്ക. അവൻ കോട്ടടിച്ചതോടെ നിന്റെ നല്ല കാലം തെളിഞ്ഞു വേണ്ടേ. ഇനിയാ നീ കാര്യങ്ങളുടെയൊക്കെ സുഖം അറിയാൻ പോണത്. ഇതാ എനിക്ക് പിടിക്കാത്ത. പതിയെ മതി, ചാവിന്റെ പെലയൊക്കെ കഴിയട്ടെ, എന്നിട്ടൊക്കെ മതി. നിന്നെ കണ്ടേന്ന് സാപ്പ് കുറി വരച്ചതാ. ഞാൻ കൊണ്ടേ പോവൂ കേട്ട മോളെ. ഞാൻ നാളെയും വരും.